السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ലോകം വീണ്ടും ഒരു രണ്ടാം ശീതയുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒന്നാം ശീതയുദ്ധത്തിൻ്റെ കഥാപാത്രങ്ങൾ അമേരിക്കയും റഷ്യയുമാണെങ്കിൽ ഇന്ന് റഷ്യയുടെ ആ പദവി ചൈനയാണ് അലങ്കരിക്കുന്നത്. സൈനികമായും സാങ്കേതികമായും വളരെ പഴക്കം മുതൽ തന്നെ ലോക പോലീസ് പദവി അലങ്കരിച്ചു വരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. എന്നാൽ സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും ലോക വ്യാപാരത്തിലും വളർന്നു വരുന്ന ഒരു മഹാശക്തിയായ വികസ്വര രാജ്യമാണ് ചൈന. ഇരുവരും തങ്ങളുടെ ആധിപത്യം ലോകത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. 2018 US ചൈന യുദ്ധങ്ങളുടെ ഒരു പ്രത്യക്ഷമായ ഭാഗമുണ്ടാകുന്നതെങ്കിലും ഇതിന് പിന്നിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ മത്സരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒന്നാമതായി 1980-കളിൽ ചൈന ഉൽപാദന മേഖലകളിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച സമയമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കമ്പനികൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും ചൈനക്ക് വലിയൊരു കയറ്റുമതി ലാഭം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് തൽഫലമായിട്ട് ചൈന ആഗോളതലത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് സ്ഥാനം പിടിക്കുകയാണ്. ഇത് അമേരിക്കക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ച ചൈനയുടെ ഒരു മുന്നേറ്റമായിരുന്നു. രണ്ടാമതായിട്ട് ഇരുവരുടെയും വ്യാപാര അസന്തുലിതാവസ്ഥയാണ്. അമേരിക്കക്ക് ചൈനയിലേക്ക് ഒരുപാട് ചരക്കുകൾ കയറ്റുമതി ചെയ്യേണ്ട ആവശ്യം വരികയും ഇറക്കുമതി കുറയുകയും ചെയ്തപ്പോൾ അമേരിക്കയുടെ 2017 ട്രേഡ് ഡെഫിസിറ്റ് എടുത്തു നോക്കുമ്പോൾ 375 ബില്യണാണ് നമുക്ക് കാണാൻ സാധിക്കുക. വലിയൊരു നഷ്ടം തന്നെയാണ് അമേരിക്കക്ക്. ഇതിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര അസന്തുലിതാവസ്ഥ അനീതിയാണ് എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 2018 ചൈനയ്ക്ക് മേൽ ചൈനയുടെ ആധിപത്യം ഞങ്ങൾക്ക് വെല്ലുവിളിയാകുമ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് കീഴിൽ ചൈനയ്ക്ക് മേൽ അമിതമായിട്ട് താരിഫ് ചുമത്തുകയാണ്. താരിഫ് ചുമത്തി 145% വരെ കഴിഞ്ഞ ഏപ്രിൽ 145% വരെ ആ താരിഫ് ഉയർന്നു വന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ താരിഫ് ചുമർത്തിയ ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ഇരുവരും ഒരുപാട് ചർച്ചകൾക്ക് നടത്തിയെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ ഒരു പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ മാസം ഒക്ടോബർ 30 മുസാനിൽ നടന്ന ചർച്ചയിൽ ഇരുവരും ഒരു ധാരണയിലെത്തുകയും താരിഫുകൾ വെട്ടിക്കുറക്കുകയും ചെയ്തതായിട്ട് ആധുനിക റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇരുവരുടെയും യുദ്ധങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലകളിൽ ആഗോളതലത്തിലുള്ള GDP-യിൽ 2.2% ഒരു ഇടിവ് ഈ യുദ്ധം കാരണം ഉണ്ടായിട്ടുണ്ട്. വ്യാപാര ശൃംഖലകൾ തകർത്തും കമ്പനി ലാഭങ്ങൾ കുറച്ചും ഉപഭോക്തൃ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കാനും ഈ യുദ്ധം വലിയൊരു കാരണമായിട്ടുണ്ട്. ലോകത്തിൻ്റെ വ്യാപാര ഭാവി പരസ്പര തർക്കങ്ങളിലും സംഘർഷങ്ങളിലും അല്ല, മറിച്ച് സഹകരണത്തിലും സഹാനുഭൂതി കാണിക്കുകയും പരസ്പരം കൈകോർക്കുകയും ചെയ്യുന്നതിലാണെന്ന് ഇരു രാഷ്ട്രങ്ങളും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞർ മോർഗൻ സ്റ്റാൻലിയും ഗോൾഡ്മാൻ സാക്കും ഒക്കെ പറയുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം US ചൈനയുടെ വ്യാപാര ഭാവി, യുദ്ധത്തിൻ്റെ ഭാവി പ്രവചനാതീതമാണ്, സങ്കീർണമാണെന്നാണ്.
സമാധാനമായ ഒരു നല്ല ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ സാമ്പത്തികതയെ തളർത്തുന്നതിലും അപ്പുറം ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള മുതൽക്കൂട്ടാകേണ്ട രാഷ്ട്രങ്ങൾ പരസ്പരം ചർച്ചയിലേക്ക് വന്ന് ലോകത്തിൻ്റെ സമാധാനം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.